ഹലോ എല്ലാവർക്കും വലിയൊരു നമസ്കാരം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുട്ടപ്പായി ഒരു സാധനത്തിനെ കൊണ്ടുവരുന്നത്. ഞാൻ ബാത്റൂമിലായിരുന്നു കേട്ടോ. അപ്പം എന്നോട് പറയണേ അമ്മ ഒരു സാധനത്തിനെ കൊണ്ടുവന്നിട്ട് അമ്മ ഒന്ന് നോക്കി വെക്കുന്നത്. അപ്പം ഞാൻ ഇവ ചെറുതാകുമ്പോൾ ഇത്ര പോന്നിട്ടില്ല കേട്ടോ. കഴിഞ്ഞ കൊല്ലമല്ല അതിന് പിറ്റത്തെ കൊല്ലല്ലേ, അതിന് പിറ്റത്തെ കൊല്ലം കഴിഞ്ഞ കൊല്ലത്തെ അതിന് പിറ്റത്തെ കൊല്ലം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുള്ളത് പൊന്നാമ്മ. അപ്പോൾ പൊന്നാമ്മേനെ കാണിച്ച് തരാൻ വേണ്ടി വന്നിരിക്കുക. ഞാൻ കാണിച്ചു കൊടുത്തത് കുഞ്ഞീതാ, അവന് കിട്ടിയിരിക്കണത് വലിയതാ. അപ്പോൾ നമുക്ക് നോക്കി നോക്കിയാലോ. പൊന്നാമ പൊന്നാമേ പൊന്നാമ പൊന്നാമേനെ അങ്ങനത്തെ ചുമപ്പുണ്ടായിരുന്നു, പിന്നെ വേറെ കളർ ഓറഞ്ച് കളറല്ലേ. അയ്യോ പറന്നുപോയിട്ടാ. അതായിരിക്കണണ്ട നമ്മുടെ ടർക്കിയുടെ മുകളില്. അയ്യോ അങ്ങനത്തെ ചുമപ്പും ഉണ്ടായിരുന്നു അവിടെ, പിന്നെ ഒരു ഗോൾഡൻ കളറും ഉണ്ടായിരുന്നു. ഒന്നിനും മണിക്കൂറേടം പറത്തി നല്ല വലുതാണ് കേട്ടോ. ഒന്നിനും മണിക്കൂറേടം പറത്തി വിട്ടു. ആ ചുമപ്പ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല ചന്തണ്ടല്ലേ കാണാൻ. ചുമപ്പ് ഇതിനെക്കാട്ടി വലുതാ. അയ്യോ എന്ത് രസാ കാണാൻ. അമ്മ പറന്നുപോയി. അമ്മ ചുമപ്പ് ഇതിനെക്കാട്ടി വലുതാ. പറന്നുപോയിട്ടോ. നോക്കി നോക്ക്, അവിടെയൊക്കെ പോയി നിൽക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ തൊട്ടി ചുമപ്പ് ഇതിനെക്കാട്ടി വലുതാ. കുട്ടപ്പായിന്ന് എന്ത് താളി തേച്ച്? ചെമ്പരത്തി താളി. ഇനി എടുക്കണ്ടോ, ഇനി പിടിക്കണ്ടോ എന്നാ പൊക്കോട്ടെ. പാവുണ്ട്. ഇതാ വാഴയുടെ തണ്ടിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. കുട്ടപ്പായിനെ പിടിക്കാൻ നോക്കാൻ മറന്നുപോയി. അതിനെ പാടത്തന്നെ കൊണ്ട് വിട്ടോട്ടോ. അതിന്റെ സ്ഥലത്ത് തന്നെ കൊണ്ട് വിട്. എന്താ വെച്ചാ അതിന് തിന്നുള്ളത് അവിടെ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അവിടെ തന്നെ കൊണ്ട് വിട്ടോ. പറക്കും പൊക്കോ. ടാറ്റാ. പതുക്കെ പോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ആദ്യം തന്നെ കുട്ടപ്പായുടെ കുറച്ച് സന്തോഷങ്ങളായിരുന്നു അല്ലേ. അപ്പം പാടത്തുനിന്ന് നമ്മുടെ പൊന്നാമ്മേനെ പിടിച്ചു കൊടുത്തിട്ട് കാണിക്കുന്നത് എന്തൊരു സന്തോഷത്തോട് കൂടിയിട്ടാണോ നോക്കി നോക്കൂ. ഇക്കും ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടാട്ടോ. അങ്ങനെ ഞാൻ ഉമ്മറത്ത് വന്ന് നോക്കുമ്പോൾ നമ്മുടെ വെള്ളത്തേച്ചിയുടെ മുകളിൽ നല്ല ഭംഗിയുള്ളൊരു പൂമ്പാറ്റ. നിറയെ പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന സമയത്ത് എന്തോരം പൂമ്പാറ്റകൾ നമ്മുടെ അവിടെ വരികയെന്നറിയോ. പാടത്തിറങ്ങി നോക്കിയാലോ അതിഗംഭീരമായിട്ടുള്ള പൂമ്പാറ്റകളുടെ സംഗീതം തന്നെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ പാടത്തേക്ക് പോയിരിക്കുക. എന്തിനാണെന്നറിയോ, ഷൂട്ടാണ് നമുക്ക്. സിനിമ ഷൂട്ടൊന്നും കേട്ടോ, നമ്മുടെ ഹെയർ ഓയിലിന്റെ ഷൂട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2-3 പിള്ളേർ നമ്മുടെ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിൽ നിന്ന് വരും. അപ്പോൾ അതാ അവരെല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി നല്ല രസമായിട്ടാണ് വീഡിയോസ് ഒക്കെ എടുക്കാറുള്ളത് കേട്ടോ. കൂട്ടിന് ഒരു കിങ് കോബ്ര പോലെ നമ്മുടെ കുട്ടപ്പായി ഉണ്ടാവും. അവിടേക്ക് പോകണ്ടട്ടോ ചേച്ചി, ഇവിടേക്ക് പോകണ്ടട്ടോ ചേച്ചി. അവനാണ് ഓർഡർ കൊടുക്കുക എല്ലാവരോടും. എന്നോടടക്കം അവനാണ് ഓർഡർ തരിക. അപ്പോൾ ഓരോ സാധനങ്ങൾ എടുക്കാനും കൊണ്ടുവരാനൊക്കെ കുട്ടപ്പായി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിപ്പോ എന്തിനാ തല്ലിടണമെന്നറിയോ, അവന്റെ വീഡിയോ എടുക്കരുത്, ഫോൺ ഇക്ക് തായോ, അമ്മ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയല്ലേ. അല്ല, അതായത് ഹെയർ ഓയിലിന്റെ ഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഫോൺ എൻ്റെ കയ്യിൽ ഞാൻ പിടിക്കാന്ന് പറഞ്ഞിട്ടാണ് മൂപ്പരാൾ വാശി പിടിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കണടാ കുട്ടപ്പായി, അല്ലെങ്കിൽ നമ്മുടെ കുട്ടി വീഡിയോ എടുത്താട്ട്. അവനൊന്നും വീഡിയോ എടുത്ത് തന്നില്ല കേട്ടോ. എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് കുറേശ്ശെ വീഡിയോ എടുക്കുകയാണ്. അവ എടുത്ത് തന്നു വെച്ചാൽ ഇതിനേക്കാൾ നന്നായിരുന്നു. ഞാനിങ്ങനെ പറയണതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നു. അപ്പം നമ്മുടെ അവിടെ തോടിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. അവിടുത്തെ ലൊക്കേഷൻ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ആൽഫി ഉണ്ട്, നോവലുണ്ട്, അതേപോലെ തന്നെ നിശാന്ത്. ഇവർ 3 ആളാണ് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഞാനും കുട്ടപ്പായും 2 അവതാരങ്ങൾ. അങ്ങനെ എല്ലാ ലൊക്കേഷനും നോക്കി അവിടെ നിന്ന് ഓരോ 2-3 വീഡിയോസൊക്കെ എടുത്തു. കോസ്റ്റ്യൂം മാറിയിട്ടാണ് എടുക്കുക. ഞങ്ങളെല്ലാവരും നല്ലോണം ക്ഷീണിച്ചു. കാരണം നല്ല വെയിലാണ്. ഇടയ്ക്കിടയ്ക്ക് മഴക്കാറും വരുന്നുണ്ട്. എന്നാൽ മഴച്ചാറലുണ്ടേനി. എന്താ ചെയ്യുക, ആകെ ഒരുമാതിരി പുഴുക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ കൊതുകുകൾ ഞങ്ങളെ തിന്നാണ്. ഇതേതാ ലൊക്കേഷൻ എന്നറിയോ, നമ്മുടെ ശിവൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരിടവഴിയുണ്ട് അവിടെ. അങ്ങനെ അവിടെ നിന്നും വീഡിയോസൊക്കെ എടുത്ത് ഏറ്റവും അവസാനം കഴിഞ്ഞു. അങ്ങനെ ലാസ്റ്റ് കോസ്റ്റ്യൂം മാറി ഇവിടെ വീടിൻ്റെ അടുത്തൊരു വീഡിയോ എടുക്കാണ്ടായിരുന്നു കേട്ടോ. അതും എടുത്തു. ഇനി അവർക്ക് ഫുഡ് കൊടുക്കണം. നമ്മൾ എപ്പോഴും അവർ വന്നു കഴിഞ്ഞാൽ മാസത്തിലൊരിക്കലാണ് വരിക. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പറഞ്ഞയക്കുക. അങ്ങനെ കുട്ടപ്പായുടെ മുഖം നോക്കി നോക്ക്. ക്ഷീണിച്ചിട്ടാണെങ്കിലും മൂപ്പരാൾ ചിരിച്ച് കാണിക്കുന്നുണ്ട്. ഞാൻ ചിരിക്കാൻ പറഞ്ഞിട്ട് ചിരിച്ചതാ. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് അവർക്ക് എന്നും മേടിച്ച് കൊടുക്കാറുള്ളത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഷൂട്ടിന് ഇറങ്ങുമ്പോൾ അവർക്ക് ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ എനിക്ക് അടുക്കളയിലൊന്നും പറ്റില്ലല്ലോ.
അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചിക്കൻ ബിരിയാണി. പിന്നെ ഇന്ന് ഏട്ടൻ പോർക്ക് മേടിച്ചിട്ട് വരട്ടിയിട്ടുണ്ടായിരുന്നു. ഏട്ടന് ഫ്രീ ആയിട്ടൊന്നും അല്ല കേട്ടോ. ഏട്ടനിങ്ങനെ ഓർഡർ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടനിങ്ങനെ ഓർഡർ എടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഏട്ടൻ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അതിനൊന്നും പറ്റില്ലല്ലോ, നെറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഏട്ടൻ വീട്ടിൽ നിൽക്കണ സമയത്ത് പോർക്ക് വരട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നമ്മുടെ ചിക്കൻ ബിരിയാണിയൊക്കെ കൂട്ടിയിട്ട് അവർക്ക് നല്ലോണം ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ അവർ പോയി, ഞങ്ങളുടെ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞു. ഇനി അടുത്ത മാസം കാണാട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചെറിയ സ്ക്രിപ്റ്റ് മതി കേട്ടോ ആൽഫിയ, എനിക്കിത് വായിച്ചിട്ട് പറയാൻ പറ്റണ്ടേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെറ്റും, ഇങ്ങനെ വെള്ളി വീഴും. എന്നാലും നോവൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീഡിയോസ് അവർ അടിപൊളിയായിട്ട് തന്നെ എടുത്ത് തരും കേട്ടോ. അങ്ങനെ ഞാനും കുട്ടപ്പായൊക്കെ കൂടി ഫുഡ് കഴിച്ചു. അപ്പം ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാമെന്നാണ് പറയണത്. പക്ഷെ അടുത്ത വീഡിയോയിൽ കാണുന്നതൊക്കെ മുന്നേ എനിക്ക് തോന്നി നല്ലൊരു ഹെയർ കെയറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അങ്ങനെ അടിക്കലും തുടക്കലൊക്കെ വേഗം കഴിഞ്ഞു കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. കുറച്ച് പണികളുണ്ടായിരുന്നു. ഇത് അവർ പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉള്ളതാണ്. കാരണം എന്താ വെച്ചാൽ രാവിലെ തന്നെ നമ്മൾ വർക്കിന് ഇറങ്ങണതല്ലേ. അപ്പോൾ എനിക്ക് ഒന്നിനും നേരം കിട്ടാറില്ല. രാവിലത്തെ ചായയുടെ പലഹാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നേരെ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക കുളിച്ചൊരുങ്ങിയിട്ട്. അങ്ങനെ ഇതാ തല നനയ്ക്കില്ല കേട്ടോ. തല അവർ പോയതിന് ശേഷം എണ്ണയൊക്കെ പുരട്ടി നല്ലോണം ചീന്തി ഒതുക്കി. അപ്പോൾ എനിക്കൊരു തലയ്ക്കൊരു സമാധാനം കിട്ടും. നമ്മൾ ഈ വെയിലത്തിൽ പോയി നിന്നിട്ട് വീഡിയോ എടുക്കണത് ആകെ മൊത്തം പുകയും. അപ്പം ഞാൻ കുറച്ച് ചെമ്പരത്തിയുടെ താളി ഉണ്ടാക്കിയിട്ട് തലയിൽ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കരിമിഴി കുരുവിയെ കണ്ടീല, നിൻ ചിലമണി ചിലമ്പൊഴി കേട്ടീല. ഞാൻ പാടിയിട്ട് അത് കൊളാക്കണില്ല. നമ്മുടെ മീശമാധവൻ പടം കുട്ടപ്പായി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പാട്ടാണ്. അപ്പോൾ ആ പാട്ട് കേട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഡാൻസ് കളിച്ചു. അപ്പോൾ എനിക്ക് ഈ സ്വഭാവമുണ്ട്. എന്തെങ്കിലും പാട്ട് കേട്ട് കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് ഡാൻസ് കളിക്കുക, പിന്നെ പാട്ട് വെച്ചിട്ട് അടുക്കളയിൽ നിന്ന് ഡാൻസ് ചെയ്ത് കുക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള ഭ്രാന്തുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സ് അവിടെ പൊട്ടിക്കൂ. അപ്പോൾ ഇതാ നമ്മുടെ മീശമാധവൻ പടം കുട്ടപ്പായി ഇരുന്ന് കാണുകയാണ്. അവന് ദിലീപേട്ടൻ്റെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പറക്കും തളിക, പിന്നെ തിളക്കം, പിന്നെ നമ്മുടെ തെങ്കാശിപട്ടണം ദിലീപില്ലേ ഏട്ടാ അതിൽ? ആ ഉണ്ട് ഉണ്ട്. നമ്മുടെ ദിലീപേട്ടൻ്റെ പടങ്ങൾ ഇരുന്ന് കാണലാണ് ഇപ്പോൾ മൂപ്പരാളുടെ പണി. എന്നിട്ട് ഇങ്ങനെ ചിരിക്കുക. ഒരു ദിവസം ഞാൻ വന്ന് നോക്കുമ്പോൾ ഗംഭീര ചിരിയാ. ഏതാ പടം എന്നറിയോ? പറക്കും തളിക. അങ്ങനെ ഇതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. പിള്ളേർ ഇതാ എന്തൊക്കെയോ ഗെയിമുകൾ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. കുട്ടപ്പായി ഉണ്ട്, അബിക്കുട്ടുണ്ട്, പിന്നെ നമ്മുടെ കുട്ടപ്പായി ഉണ്ട്, പിന്നെ കുഞ്ഞച്ചമ്മ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സീ യു. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ മുടി വെട്ടണ വീഡിയോ ഇതിലുണ്ട്. രണ്ടാളുടെയും, എൻ്റെയും കുട്ടപ്പായുടെയും മുടി വെട്ടണ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. 3 ദിവസത്തെ വീഡിയോ മിക്സ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ ചെറിയ ഈ ഒരു വീഡിയോ. അങ്ങനെ നമ്മളിതാ നേരെ പോവുകയാണ്. എവിടേക്കാണെന്നറിയോ? ആറങ്ങോട്ടുകര. ആറങ്ങോട്ടുകര സൂഫിയിലാണ് നമ്മുടെ കുട്ടപ്പായുടെ മുടി വെട്ടാറുള്ളത്. അങ്ങനെ ഞാനും കുട്ടപ്പായും ഏട്ടനും കൂടിയിട്ട് സൂഫിയിലേക്ക് എത്തിയിട്ടോ. നല്ല മഴക്കാറുണ്ട്. മഴ വരുമ്പോഴേക്കും നമുക്ക് മുടി വെട്ടിയിട്ട് പോവാന്നുള്ള പ്ലാനിങ്ങിലാണ്. പക്ഷെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ 2 ചേട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ മുടി വെട്ടാൻ. അങ്ങനെ അവരുടെ മുടി വെട്ടലൊക്കെ കഴിഞ്ഞിട്ടാണ് കുട്ടപ്പായി മുടി വെട്ടാൻ കയറിയിരുന്നത്. അപ്പോൾ ഏത് മോഡലിൽ മുടി വെട്ടും എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് ഫിക്സ് ചെയ്തിട്ട് പോയതാ. ഇക്ക് മോഡൽ വെട്ടാൻ ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ. അതിനുള്ള മുടി കുട്ടപ്പായുടെ തലയിലുണ്ടല്ലോ. അവിടെ ചെന്നപ്പോൾ പിന്നെ ഏത് മോഡൽ വെട്ടേണ്ടത് എന്നുള്ള കാര്യമായി സംശയം. അപ്പം ഞാൻ പറഞ്ഞെടാ, ഈ അവിടെ നിന്നല്ലേ വൂൾഫ് മോഡൽ വെട്ടാന്നൊക്കെ പറഞ്ഞു വന്നത്, എന്നിട്ട് എന്താ ഇപ്പം ഇങ്ങനെ പറയണേ? എന്നിട്ട് മൊബൈലിൽ തപ്പിയിട്ട് ഏതോ ഒരു മോഡൽ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൻ പറഞ്ഞു ഫ്രണ്ട് വെട്ടിക്ക് ചേട്ടാ, ബാക്കിലത്തെ മുടി വെട്ടരുത് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയും മേപ്പിട്ട് നോക്കി. ഞാൻ കാണിച്ചു കൊടുത്ത മോഡൽ കാണിച്ചു കൊടുത്തപ്പോൾ, മൊബൈലിൽ കണ്ട മോഡൽ. അപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു, ചേച്ചി ഇതൊക്കെ ഇങ്ങനെ ക്രീമൊക്കെ തേച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തണതാണ്. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഞങ്ങൾ ഒരു ഇതാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് വെട്ടി തന്നത് കേട്ടോ, വൂൾഫ് മോഡൽ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അത് ഇങ്ങനെ മതി, ഇങ്ങനെ വെട്ടിയാൽ മതി, ഇല്ലെങ്കിൽ ഇനി ബാക്കിലത്തെ മുടിയൊക്കെ നല്ലോണം എടുക്കേണ്ടി വരും. അപ്പോൾ എന്തോ മുടി വെട്ടിയിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല. എന്നിട്ട് ആ കുട്ടി ചോദിക്കും ഇതിനിപ്പോൾ എന്തിനാ ചേട്ടാ ഞാൻ കാശ് മേടിക്കണത്, ആകെ 2 തുമ്പല് വെട്ടി കൊടുത്തുള്ളൂ അവൻ്റെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഏട്ടനവരോടൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. ഒന്നും കഴിക്കാനൊന്നും ഒന്നുമില്ല. അല്ലെങ്കിൽ മുടി വെട്ടൽ കഴിഞ്ഞാൽ ആറങ്ങോട്ടരെ പോയി മുടി വെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഫേമസിൽ കയറിയിട്ട് ഒരു ഷവർമ്മ കഴിക്കാറുണ്ട്. ഇന്നിപ്പോൾ അതിനൊന്നും നിന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നേരെ ഇറങ്ങി നോക്കുമ്പോൾ അതാ നല്ല മഴ വരുന്നുണ്ട്. മഴ വരുമ്പോഴേക്കും നമുക്ക് വീട്ടിലെത്തിയില്ലെങ്കിൽ മുട്ടൻ പണി കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ട് എടുത്തിട്ടില്ല. 3 ആളും കോട്ട് എടുക്കാതെ പോയത്. അപ്പോൾ ഞാൻ നല്ലോണം ഇപ്പോൾ വെള്ളം കുടിക്കണ കാരണം എനിക്ക് വെള്ളത്തിന് ഭയങ്കര ദാഹമാണ്. കുറച്ച് നേരം വെള്ളം കുടിക്കാതിരിക്കുമ്പോഴേക്കും എന്തോ പോലെ തോന്നും മനസ്സിന്. അപ്പോൾ ഒരു കുപ്പി വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ആ വെള്ളം അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതൊന്ന് കുട്ടപ്പായും ഏട്ടനും കട്ടെടുക്കണുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോഴോ നല്ല മഴച്ചാറൽ തുടങ്ങി കേട്ടോ. അപ്പോൾ കുട്ടപ്പായുടെ മുടി വെട്ടാൻ പോയ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇനി എൻ്റെ മുടി വെട്ടണ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണണ്ടേ?
അത് വഴിയെ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3 കോട്ടും മേടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു. ഇനി എൻ്റെ മുടി വെട്ടുന്ന വിശേഷങ്ങൾ കണ്ടാലോ? ഞങ്ങൾ പോരുമ്പോഴേക്കും മഴയും മാറിയിട്ടോ. അതും വേണ്ടേ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദാ മുടിയൊക്കെ നല്ലോണം ഷാമ്പൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഞാൻ മുടി വെട്ടണേൻ്റെ തലേ ദിവസം ഷാമ്പൂ ഇടും കേട്ടോ. നല്ലോണം എണ്ണയൊക്കെ തേച്ചിട്ട് ഷാമ്പൂ ചെയ്യും. എന്നിട്ടാണ് മുടി വെട്ടാറുള്ളത്. അപ്പോൾ എനിക്ക് രാധമ്മയാണ് വെട്ടിത്തരാറുള്ളത്. അവിടുത്തെ വരൂരത്തെ അമ്മേൻ്റെ അമ്മ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുട്ടപ്പായനെ കൊണ്ടാട്ടോ വെട്ടിക്കണേ. ഇങ്ങനെ മുടി വെട്ടേണ്ട കാര്യം പറഞ്ഞപ്പോൾ കുട്ടപ്പായ എന്നോട് പറഞ്ഞു, "അമ്മ എന്നാ ഞാൻ വെട്ടിത്തരാം അമ്മ. അമ്മ എന്തിനാ പേടിക്കണേന്ന്" ചോദിച്ചു. "ഇവിടെ നല്ല മൂർച്ചയുള്ള കത്രിക ഉണ്ടല്ലോ" പറഞ്ഞു. അപ്പോൾ എന്തേലും ആവട്ടെ, അവ എങ്ങനെ വെട്ടുംന്ന് എനിക്ക് ഒന്ന് നോക്കണല്ലോ. അപ്പോൾ ഞാനും അമ്മയും കൂടി മുടി വെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു തല്ലുകൂട്ടം ഉറപ്പാട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കുട്ടപ്പായി മുടി വെട്ടുമ്പോൾ എന്താ ഉണ്ടാവുകയാണാവോ? എനിക്ക് മുടി ചീന്തണതും മുടി വെട്ടണതൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കണ പോലെ വരണം. അപ്പോൾ അമ്മ എന്നോട് പറയും, "അനക്ക് 2 കണ്ണ് ബാക്കിലും ദൈവം തരേണ്ടതായിരുന്നു. എന്താ വെച്ചാൽ ചീന്തണത് എങ്ങനെ വലിക്കണത് എങ്ങനെയെന്നൊക്കെ എനിക്ക് കാണണം. മുടി പൊട്ടുമോ എന്നുള്ള ടെൻഷനിലേ." അപ്പോൾ ഇപ്രാവശ്യം കുട്ടപ്പായി മുടി ചീന്തുമ്പോൾ എന്താ ഉണ്ടാവുകയാണാവോ? എന്നെ ശ്രീകുട്ടിയും സഹായിച്ചു കേട്ടോ. നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ എൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്ന കുട്ടിയില്ലേ, അവളും മുടി വെട്ടാൻ സഹായിച്ചു. അപ്പോൾ എനിക്ക് മുടി ഒരുപാട് നീളമുള്ളത് ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടാണ്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു നീളമുണ്ട്, അത്രേ വരാൻ പാടുള്ളൂ. അതിനേക്കാൾ കൂടുതലായാൽ ഞാൻ മുടി വെട്ടും. 3 മാസം കൂടുമ്പോഴാണ് ഞാൻ മുടിയുടെ തുമ്പ് കട്ട് ചെയ്യാറുള്ളത് കേട്ടോ. ഞാനൊരു 4 ഇഞ്ച് 3 ഇഞ്ചൊക്കെ വെട്ടാറുണ്ട്. എൻ്റെ മുടിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ മുടി കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പോൾ 3 മാസം കഴിയാറായി. അപ്പോൾ ദാ ഞാനൊരു 2 ഇഞ്ചോളം 2.5 ഇഞ്ചോളം ഞാൻ വെട്ടി ട്ടോ. അപ്പോൾ കുട്ടപ്പായി ഇതാ വെട്ടാൻ നിൽക്കുകയാണ്. പക്ഷേ കത്രിക മുടിയിൽ പിടിക്കണില്ലാന്നേ. മുറിയണില്ല. അപ്പോൾ കുട്ടപ്പായി പറയുന്നുണ്ട്, "എന്നാ അമ്മ ഒന്ന് നോക്കി നോക്ക്" പക്ഷേ എനിക്ക് എൻ്റെ മുടി തന്നെ വെട്ടണത് അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും കുട്ടപ്പായിയോട് പറഞ്ഞു, "ഇയ്യ് ഒന്ന് വെട്ടിത്താടാന്ന്." അപ്പോൾ അവൻ കത്രിക മേടിച്ചിട്ട് അമർത്തുക, മുറിയണ്ടേ? അപ്പോൾ അവനോട് "അമ്മ ഇത് മുറിയണില്ല, എന്താപ്പം ചെയ്യാ" ചോദിച്ചു. ദൈവമേ, പണി പാളിയോ വിചാരിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2, 3 മുടി, അതായത് ആ ഫസ്റ്റ് ലെയറിലുള്ള മുടി മുറിഞ്ഞു. അടിയിലത്തെ മുടി മുറിയണ്ടേ? അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ വീട്ടിൽ പോയിട്ട് തന്നെ വെട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിഷമിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു, "അമ്മ ഇങ്ങട് തായോ, ഞാൻ ഒന്നുകൂടി നോക്കിക്കോട്ടെ" പറഞ്ഞിട്ട് നല്ലൊരു അമർത്തിയിട്ട് ഇങ്ങട് കൊണ്ടുപോയി. ഇങ്ങനെ മുറിച്ച് മുറിച്ച് കൊണ്ടുപോയി. അവസാനം എന്തോ ഭാഗ്യം, നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ തന്നെ അവൻ വെട്ടി തന്നു ട്ടോ. അപ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിലും ഒരുപാട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ പാടത്തേക്ക് പോവുക, തോട്ടിലേക്ക് പോവുക, ഒരുപാട് നല്ല ഭംഗിയുള്ള പൂമ്പാറ്റയെ കാണുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊന്ന് ആറങ്ങോട്ട് വരെ പോവാന്ന് പറഞ്ഞാലും ഞാനും കുട്ടപ്പായും ഏട്ടനും കൂടി പോവാ പറഞ്ഞാലും ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര സന്തോഷമാണ്, എനിക്കും കുട്ടപ്പായ്ക്കും. അതിപ്പോൾ ഈ ചായ മീൻ മേടിക്കാനടക്കം ഞാൻ ഏട്ടൻ്റെ കൂടെ വണ്ടിമ്മ കയറി പോവാറുണ്ട്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മുടി വെട്ടണത് എങ്ങനെയാണ് കേട്ടോ. ഞാൻ മുടി നല്ലോണം വൃത്തിയാക്കി ചീന്തി ഒതുക്കി ഇതേപോലെ തുമ്പ് കട്ട് ചെയ്യുകയാണ് ചെയ്യുക, ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല ഇതേപോലുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ 3 ദിവസത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.